നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ പൊട്ടറ്റോ സ്നാക്ക് അടിപൊളിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്കിത് ഒരു നോമ്പ് തുറ വിഭവമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 പൊട്ടറ്റോ മീഡിയം സൈസ് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകി ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് മൈദയാണ്. 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു സവോള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മുട്ട ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി വേണമെങ്കിൽ 1, 1.5, 2 എടുക്കാം, കുഴപ്പമില്ല. കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആദ്യം മൈദ പൊട്ടറ്റോയിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അഥവാ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് മാവ് തോന്നുകയാണെങ്കിൽ ഒരു മുട്ട കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇത് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നമ്മുടെ റസ്ക് ഇല്ലേ, വലിയൊരു പീസ് റസ്ക്, ആ ഒരു ഷേപ്പിലാക്കിയിട്ട് പരത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അത് പിന്നെ ഇങ്ങനെ സ്പ്രെഡായി വന്നോളൂ. അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ മതി, തവി കൊണ്ട് മെല്ലെ മെല്ലെ തട്ടിയിട്ട്. ഒരു ലോ ടു മീഡിയത്തിൽ ഫ്ലെയിം ഇട്ടിട്ട് ചെയ്താൽ മതി. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ അതേപോലെ വേവിച്ചെടുക്കാം. നല്ലോണം ഒരു ഗോൾഡൻ കളറായി വന്നിട്ട് എടുത്താൽ മതി, എന്നാലേ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ലോണം ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ചീസും പൊട്ടറ്റോയും എല്ലാം അടങ്ങിയിട്ടുള്ള, മുട്ടയും എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളിത് രാവിലെ കഴിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വിശക്കുകയൊന്നും ചെയ്യില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. രാവിലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റില്ല, അധികം ടൈമൊന്നും എടുക്കുന്നില്ലല്ലോ. ഞാനങ്ങനെ അടുത്ത ബാച്ചും കൂടെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്, അധികം ടൈമൊന്നും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കേണ്ടി വരുന്നില്ല. ആവശ്യത്തിന് എണ്ണ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഒഴിച്ചു കൊടുത്തതൊന്നും ചിലപ്പോൾ മതിയായിന്ന് വരില്ല. വെജിറ്റബിൾ ഓയിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. എണ്ണക്കടി സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനായിരിക്കില്ലേ, എണ്ണ കൂടുതൽ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്തെടുത്താൽ.
അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. ചീസൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരിക്കും സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ലുക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയൂ.